എന്താ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത? മറ്റുള്ളവരെല്ലാം അൺമ്യൂട്ട് ചെയ്ത് ഇതാക്കുന്നുണ്ടോ? ആ അതെ, ഞാനൊരു പുതിയൊരു ബിസിനസ് ഇന്ന് തുടങ്ങാനായിട്ട് ഇറങ്ങി തിരിച്ചു. ആ പച്ചമുളക് തൈര് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് ഉള്ള ബിസിനസ്. ആ അത് മുളക് വാങ്ങി തൈരിൽ ഇട്ട് വെച്ച് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ അതിന് ഇറങ്ങണത്. പുതിയൊരു സംരംഭം തുടങ്ങാനായിട്ട് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനിനി ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് തിരിയാന്ന്. എങ്ങനെ അപ്പൊ നല്ല ഉഷാറും ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങി മുളകെല്ലാം വാങ്ങി തൈരിലിട്ട് വെച്ച് എന്നിട്ട് സാറിനെ വിളിക്കണേ. മുളക് ഇതെന്താ പറ കൊണ്ടാട്ടം. ആ മുളക് കൊണ്ടാട്ടത്തിന് ബിസിനസ് എന്താ പരിപാടി ഇത്? മുളക് തൈരിലിട്ട് ഉണക്കിയെടുക്കുക, എന്നിട്ട് കടകളിൽ കൊടുക്കാം അല്ലെങ്കിൽ വീടുകളിൽ കൊടുക്കാം. ആ അതിന് വീടിലോ? ഇവിടെ ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മുളക് വിജയിക്കണം, സാറിന്റെ അനുഗ്രഹം വേണം. ഓ ഓ മുളക് തൈരിലിട്ടുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന അല്ലേ? ആ തൈരിലിട്ടത്. ഞാൻ ഇപ്പളാ പേടിച്ചു പോയി. മനസ്സിലായതല്ലേ. ഞാൻ പേടിച്ചത് മുളക് തകിടിലിടുകയാണെന്ന് ആകെ പേടിച്ചു. ഓക്കെ, സോറി. വട്ടിമുളക് അല്ല, ഉണ്ടല്ലോ സാറേ, വട്ടിമുളകുള്ള മുളകുണ്ടല്ലോ. അവര് കടകളിൽ നിന്ന് കിട്ടുന്നത് ഈ വിനാഗിരിയിലിട്ട മുളക്, അത് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഇത്. നമ്മളങ്ങനെയല്ല, നല്ല വെള്ളത്തിൽ കഴുകി, ചുടുവെള്ളത്തിൽ കഴുകി ഉം. തൈരിലിട്ട് ഉണക്കി ആ ഫ്രഷ് ആയിട്ടുള്ള സാധനം, നല്ല സാധനം അങ്ങനെ കൊടുക്കണം. ആ ആ ആ ആ. അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ട് സപ്ലൈ ചെയ്യാനുള്ള പരിപാടി അല്ലേ? അത് വീട്ടിലുണ്ടായി. അപ്പൊ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അവർക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ച. ഓ പിന്നെ വെരി ഗുഡ് അച്ചാറ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ആ, ഗുഡ്. സന്തോഷം സന്തോഷം. അപ്പൊ സാറിന്റെ നല്ല അനുഗ്രഹം വേണം. നല്ല ഇത് അതന്നെ എവിടെ അത് സ്ഥലം? പറയാൻ. അമ്പലപ്പുഴ, അപ്പൊ മുളക് ആലപ്പുഴ ജില്ലയില്. മുളക് വീട്ടിലുണ്ടാക്കോ വാങ്ങിക്കണോ? പച്ചമുളക് വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ടാക്കണം. ഓ ഉണക്കിയ സാധാ മുളകാ അല്ലേ? സാധാ മുളക് വാങ്ങിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കി കുത്തി തൈരിലിട്ട് വെച്ച് ഉപ്പും തൈരും ഇവിടെ ഇട്ട് വെച്ചിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിന്നെ വെയിലത്തിട്ട് ഉണക്കി, ദിവസം എങ്ങനെ ഉണക്കി തൈരിൽ കൊണ്ടുവന്നിടുക, അങ്ങനെ ഉണക്കി ഉണക്കി ആ തൈര് കംപ്ലീറ്റ് ആ മുളകിൽ കയറ്റണം. എന്നിട്ട് പാക്ക് ചെയ്യണം ഉണക്കി കഴിഞ്ഞിട്ട്. വെരി ഗുഡ് പണി വെരി ഗുഡ്. കുറച്ചുണ്ട്, എന്നാലും അതൊരു നല്ലൊരു, നമ്മള് വെറുതെ വീട്ടിലിരിക്കുകയല്ലേ. ഓ ഓ നല്ല അപ്പൊ കാര്യം, നല്ല പരിപാടിയാ, നല്ല പരിപാടി. നന്നായി. ഉം, നല്ല ബിസിനസ് അപ്പൊ ഉണ്ടാവട്ടെ, നല്ല ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക ആ, അതിനകത്ത്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ടൈം അങ്ങനെ പാസ് ആവുമല്ലോ, നമുക്കൊരു മനസ്സിന് സമാധാനം. ആ അപ്പൊ സാറിന്റെ ഒരു അനുഗ്രഹം എനിക്ക് വേണം. തീർച്ചയായും. സന്തോഷം. നന്നായിട്ട് ഉണ്ടാക്കും, നന്നായിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ. നല്ല നല്ല എല്ലാ ഹോട്ടലും സൂപ്പർ മാർക്കറ്റുകളൊക്കെ അത് വാങ്ങിക്കാനുള്ള എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സന്തോഷം. താങ്ക് യു താങ്ക് യു താങ്ക് താങ്ക് യു യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. സാർ, എനിക്ക് വർത്തമാനം പറയാനുണ്ട്. പറഞ്ഞോ ജയ. ആ, ഞാൻ ഒരാഴ്ചയായിട്ടാണ് സാറിന്റെ യൂട്യൂബ് കാണാൻ തുടങ്ങിയത്. ഞാൻ ഓ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. ഓ സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ഈ പ്രോപ്പർട്ടി വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, അത് പറ്റുന്നില്ല. ആ കുറച്ച് ഫൈനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ട്. ആ അത് എത്രയും പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്താണ് വിൽക്കാൻ തടസ്സം എന്താണ്? ആക്ച്വലി ഇത് ലാൻഡ് കുറച്ച് കൂടുതലുണ്ട്, 1 ഏക്കറിൽ കൂടുതലുണ്ട് ലാൻഡ്. ആ ഇത് എവിടെ സ്ഥലം? ഹരിപ്പാട്. 1 ഏക്കർ കൂടുതലുണ്ടെങ്കിൽ വിൽക്കാൻ പ്രയാസമാണോ? ഒന്നിച്ച് വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാര് വരുന്നില്ല. എത്ര ഒരു പാർട്ടി വന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന്, പക്ഷെ പിന്നെ അവര് വന്നിട്ടില്ല. എത്ര അവർക്ക് കോടി ഇഷ്ടപ്പെട്ടു എത്ര ഹോസ്പിറ്റൽ കോടി രൂപ? പണിയാൻ വേണ്ടി. 3 കോടി. ആ എമൗണ്ട് അത്രയും വലിയ എമൗണ്ട് വലിയ ടീമിനെ കിട്ടണം അല്ലെ? ഒരാൾ വന്നിരുന്നു, അവർക്ക് ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടിയിട്ട്, അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് പോയി. പിന്നെ അവര് വന്നില്ല, അവര് ടൈം ചോദിച്ചിരിക്കുകയാണ്, അവര് വരുന്നില്ല. എന്താ നിങ്ങളുടെ വിഷയം, പ്രയാസം എന്താ ഇപ്പൊ? ഞങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു സർ, അതിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വിറ്റെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അത്രയും ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടോ? അത്രയും ഇല്ല, എന്നാലും ഇത് അപ്പൊ വിറ്റെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക്. വിറ്റിട്ട് എന്താ പരിപാടി? സർ, വി ഹാഡ് എ സ്കൂൾ ഇൻ ഹരിയാന. ആ പിന്നെ അതിൽ ഞങ്ങളൊരു ലാൻഡ് വാങ്ങിച്ചതിൽ ഞങ്ങൾക്ക് ഒരു കുറെ പ്രശ്നങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. ആ ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം അതിന്റെ ആ ഇഷ്യൂസ് ഒക്കെ സെറ്റിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ഥലം വിൽക്കണം. ആ ആ ആ
മാം അത് വലിയ 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 എമൗണ്ട് ആയതുകൊണ്ട് ഹൈ എനർജി വേണം നമുക്ക്. സാധാരണ ടെക്നിക്സ് ഒന്നും ഉപയോഗിച്ച് ഹൈ എനർജി ഇത്രയും വലിയ വോളിയത്തെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിലേക്ക് 3 കോടി വരണം. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇത്രയും അസറ്റ് ഉണ്ടായിരുന്നോ? ഇത്രയും 3 കോടി രൂപയൊക്കെ ഉണ്ടായിരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു സർ. പോയില്ലേ? അത് പോയി. അത് പോവാനുള്ള കാരണം എന്താന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആള് തന്നെ പോയി. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും ജീവിതത്തിൽ ഇത്ര അനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും. ഇതെല്ലാവരും ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. ഞാൻ മണി മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ സ്റ്റുഡൻസിന് അറിയാം. മണി എന്ന് പറയുന്ന ഒരു ബോളാണ്. ഒരു ബോളിനകത്താണ് മണി ബോൾ എന്നാണ് അതിന് പറയാം. നമുക്ക് എല്ലാവർക്കും അതുണ്ട്. അതാണ് നമ്മുടെ മണിയുടെ എനർജി. ജയ തിരിച്ചു വന്നല്ലേ ജയ? ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇത്രയും 3-4 കോടി രൂപ ഒന്നിച്ച് നിങ്ങളിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് വലിയ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു സർ. സ്കൂൾ നന്നായി നടന്നു. ആ പ്രോപ്പർട്ടി എത്ര കാലം നിങ്ങളിൽ നിന്നിട്ട് അതേപോലെ പോയോ സാധനം? ഏകദേശം 25 years 25 years നിങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് പോവാനുള്ള കാരണം എന്ത് സംഭവിച്ചു? വെൽ റെപ്യൂട്ടഡ് സ്കൂൾ ആയിരുന്നു. അത് ലാൻഡ് ഞങ്ങൾ വേറൊരു 3 ഏക്കർ സ്ഥലം അവിടെ വാങ്ങി കുറച്ച് എക്സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അതിലാണ് ലോസ് വന്നത്. അപ്പൊ ലോസ് വന്നപ്പോ ഈ ഇത്രയും 25 years ആയിട്ടുണ്ടായ ഈ പ്രോപ്പർട്ടി ഇതും പോയി, സ്കൂളും പോയി. അത് പോയി. അതെങ്ങനെ പോവും? കുറച്ച് ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലം വന്നു കാരണം. ഫൈനാൻഷ്യൽ പ്രോബ്ലം വന്ന് ലാൻഡിന് വന്നപ്പോ നിങ്ങളുടെ കയ്യിലുള്ള കറണ്ട് അസറ്റ് എങ്ങനെയാ പോവാ? അത് നിങ്ങൾ സബ്സ്റ്റെയിൻ ചെയ്യില്ലേ? കൊറേയൊക്കെ കിട്ടി. നിങ്ങൾ സെല്ല് ചെയ്തോ? സോൾവ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ നമ്മൾ ആ ലാൻഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈസ നമ്മള് ബാങ്കിൽ നിന്നൊക്കെ എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ബർഡൻ വന്ന കാരണമാണ് ഞങ്ങൾക്ക് അത് വിൽക്കേണ്ടി വന്നത്. അല്ല, വിറ്റിട്ടപ്പോ പൈസ കിട്ടിയില്ലേ? പൈസ കിട്ടി, നമുക്ക് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കണമായിരുന്നു. പക്ഷെ ആ ലാൻഡ് ഇപ്പൊ എന്ത് ചെയ്തു? ആ 3 ഏക്കർ ലാൻഡ് ഇതൊക്കെ അതും ഡിസ്പോസ് ചെയ്തില്ലേ? ഡിസ്പോസ് ചെയ്തു. അപ്പൊ അതിലും പൈസ എന്തായാലും കിട്ടുമല്ലോ. അതിലും നഷ്ടം പറ്റി. അല്ല, നഷ്ടം വന്നു കഴിഞ്ഞാൽ ലാൻഡ് എത്ര കോടിയുടെയാ? അത് ഞങ്ങൾ വാങ്ങിച്ചു 1 കോടിക്കായിരുന്നു. 1 കോടി നഷ്ടം വന്ന് എത്ര കോടി വിറ്റ് നിങ്ങള്? 1 കോടിക്കായിരുന്നു വാങ്ങിച്ചത്. അപ്പോഴത്തേക്ക് അവിടുത്തെ ലാൻഡിന്റെ പൈസ കുറഞ്ഞു പോയി. വിറ്റത് എത്രക്കാ? വിറ്റത് ഞങ്ങൾ ഏകദേശം 70 lakhs-നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 30 ലക്ഷം രൂപയല്ലേ നഷ്ടം വന്നിട്ടുള്ളൂ? അല്ല, പിന്നെ ഞങ്ങൾക്ക് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. നോ, ബാങ്ക് ലോൺ റിഗാർഡിംഗ് ടു ദ സെയിം. നോ, പിന്നെ സർ ഞങ്ങള് 1 കോടിക്കകത്തല്ലേ ബാങ്ക് ലോൺ നിങ്ങൾക്ക് ഉണ്ടായത്? 1 കോടിക്കകത്തല്ലേ ബാങ്ക് ലോൺ ഉണ്ടായത്? സർ ഞങ്ങള് വെളിയിൽ നിന്നും പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൊടുക്കേണ്ടി വന്നു. കാൽക്കുലേഷൻ ഇസ് നോട്ട് കറക്റ്റ്. നിങ്ങൾ വെളിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 1 കോടിയുടെ അകത്തല്ലേ നിങ്ങൾ എടുക്കേണ്ടി വരുള്ളൂ. കാരണം ലാൻഡ് എടുക്കാനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ. അത് ലാൻഡിന്റെ പിന്നെ അത് നമുക്ക് സ്കൂൾ പണിയാൻ വേണ്ടിട്ട് ഗവൺമെന്റിന്റെ പിന്നെ CLU ചെയ്യിക്കണമായിരുന്നു. ലാൻഡ് ചേഞ്ച് ഓഫ് അതിൽ അങ്ങനെ കുറെ പൈസ മാം, ഇത് നമുക്ക് വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് ആണ്. കാരണം ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ ലളിതമായ ഒരു സംഭവം അല്ല. അതിന്റെ ഇടയിൽ എവിടെയോ കാര്യമായ ഒരു ഔട്ട്ഫ്ലോ നടന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ അറിയാതെ ഈ ഫണ്ട് ഈ ലാൻഡിൽ വരുന്ന നഷ്ടമല്ല നിങ്ങൾക്ക് വന്നത്, അറിയാതെ മറ്റെവിടെയോ ഒരു ഔട്ട്ഫ്ലോ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഫില്ല് ചെയ്യാത്തിടത്തോളം കാലം ഈ 3 കോടി നിങ്ങൾക്ക് കിട്ടിയാലും അത് അതുപോലെ പോയി കളയും. ഇത് മണിയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് കറക്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മണി നമ്മളിൽ നിൽക്കുക. അതാണ് ഈ ലോട്ടറി അടിച്ചവർക്കൊക്കെ കാശ് നിൽക്കാത്ത അവസ്ഥ വരുന്നത്. ആ ഒരു മണിയുടെ ഔട്ട്ഫ്ലോ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് സിംഗിൾ ആയിട്ട് നോക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയാലും ഈ വിൽക്കാൻ പറ്റാവുന്ന വിഷയമാണ്. വിറ്റാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. പൈസ വീണ്ടും കടത്തിലേക്ക് വിൽക്കളെ. വളരെ സീരിയസ് ആയിട്ട് പിന്നെ പ്രശ്നങ്ങളില്ല. പിന്നെ തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കട്ടെ കേട്ടോ. സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതിന് എങ്ങനെയാണെന്ന് ഞങ്ങൾ ഇത് പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു സിംഗിൾ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടൊന്നും ഇത്രയും വലിയ എമൗണ്ടിനെ ഒന്നും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത്രക്കുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു തന്നാൽ ഇത് ക്യാപ്ചർ ചെയ്യാനുള്ള എനർജി പവർ വേണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതൊരു സിംഗിൾ ടെക്നിക്ക് വെച്ചിട്ടൊന്നും പ്രായോഗികമല്ല മാം. ഓക്കെ. പറ്റും, ചിലപ്പോ പറ്റില്ല എന്നല്ല, ചിലപ്പോ ചെറിയൊരു ടെക്നിക്ക് കൊണ്ട് പറ്റിയെന്ന് വരും. അതൊക്കെ ഒരു ടൈമിലി ഹാപ്പൻസ് ആണ്. നമ്മുടെ മണി ബോളിന്റെ എനർജി ലെവലാക്കാത്തടത്തോളം കാലം സാധ്യമല്ല. അതാ ഞാൻ പറഞ്ഞത്, വന്നാൽ തന്നെയും അത് നിൽക്കില്ല. പക്ഷെ അത് നിങ്ങൾക്ക് അത് അക്സെപ്റ്റബിൾ ബോർഡിലല്ല. അപ്പൊ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലത് സംഭവിക്കട്ടെ, നന്നായി സംഭവിക്കട്ടെ. ഒരു 1 to 1 എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയത്. രണ്ടുപേരും ഇരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്ത് നോക്കി തീരുമാനിച്ച് പറയാം. ഒറ്റയടിക്ക് ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു നോക്കുക. നിങ്ങൾ ടെക്നിക്കുകൾ ഒരുപാട് നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും എടുത്ത് ഉപയോഗിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, വർക്ക് ചെയ്യുമെന്ന് ഉറപ്പും പറയാൻ പറ്റില്ല. എന്തായാലും ഓരോ സമയത്ത് ഭാഗ്യം എങ്ങനെ കടാക്ഷിക്കുന്നു അങ്ങനെ ഇരിക്കട്ടെ. ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെൻഡിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് വിഷയം വന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം. നമ്മളെപ്പോഴും മരുന്ന് കഴിക്കുന്നത് അസുഖത്തിനല്ല, ആ അസുഖത്തെ പ്രതിരോധിക്കാനാണെന്നുള്ള ഓർമ്മ വരിക. അപ്പൊ അസുഖത്തിന് സാർ വേണ്ടി അതെങ്ങനെയാണ് പെൻഡുലത്തിന്റെ ചെയ്യാൻ പറ്റുന്നത്? ഓ പെൻഡുലത്തിന്റെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? അന്ന് അഡ്മിനെ ബന്ധപ്പെട്ട് ഒരു 1 to 1 സെഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അതെങ്ങനെയാ സാർ ഞാൻ ജോയിൻ ഒന്ന് ചെയ്യുന്നത്? അഡ്മിന്റെ നമ്പർ ഉണ്ട് 623870. ഒന്ന് ആ ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അഡ്മിൻ. അവരെ ഒന്ന് വിളിച്ചാല് എന്റെ അവൈലബിൾ ടൈം ഈ വീക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് അവൈലബിൾ ടൈം ഒന്ന് എടുത്തു തരും. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ നമ്മുടെ ഇതിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിന്റെ വീഡിയോ താഴെ അഡ്മിൻ നമ്പർ ഉണ്ടാവും, അവരൊന്ന് വിളിച്ചാൽ മതി. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ? ശൈലജയാണ് സർ. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ശൈലജ. സർ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജോലിയുടെ കാര്യത്തിന്, അന്ന് ഞാൻ ഒരു മെസ്സേജ് കിട്ടുന്ന ചോദിച്ചില്ലേ, അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ഇവിടെ തന്നെ കയറി വന്നു. ആ ഹലോ, ആ പറഞ്ഞോ. കേൾക്കുന്നു? ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ജോലിക്ക് ഇവിടെ തന്നെ വന്നു. ഞാൻ അതിനുശേഷം അയാൾ എന്നോടൊന്നും മിണ്ടിയില്ല. ഞാൻ കണ്ടിന്യൂ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യാൻ തുടങ്ങി ഇവിടെ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ സാറിന്? എന്താണ് സംഭവം? ഓർമ്മയില്ല. ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ പറഞ്ഞിരുന്നു എന്റെ ജോലിയിൽ നിന്ന് തന്നെ അവര് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞു വിട്ടു പറഞ്ഞു. പിറ്റേ ദിവസം മെസ്സേജ് കിട്ടി. ഇവിടെ പോയോ? പിറ്റേ ദിവസം ഞാൻ വീണ്ടും രാവിലെ ഓഫീസിൽ വന്നിരുന്നു ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എന്നോട് ഒന്നും പറയാറില്ല, ഒന്നും മിണ്ടാറില്ല. ആ നിങ്ങള് ഒരു ബഹറിനിലാണല്ലേ? പ്രശ്നം അല്ല, ഡൽഹി. എവിടെ? ഡൽഹിയിലോ? ഡൽഹി. എനിക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ, അതുകൊണ്ട്. ഡൽഹി. ആ ശരി ശരി ശരി, ഫാക്ടറി അല്ലേ? അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച 5000 രൂപ ലോട്ടറി അടിച്ചു എനിക്ക്. ലോട്ടറി അടിച്ചതിന് ശേഷം പിന്നെന്താ വേണ്ട? ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണ്ട? എല്ലാം ആയല്ലോ, ജോലിയും തിരിച്ച്. ഇന്നലെ പിന്നെ 500 രൂപ ലോട്ടറി. എന്ത് 500 രൂപ? ഇന്നലെ യെസ്റ്റർഡേ പിന്നെ 500 രൂപ വീണ്ടും അടിച്ചു ലോട്ടറി. ശരി, എന്നിട്ട് ഇങ്ങനെയാണോ പറയുന്നത്? 500 ലോട്ടറി അടിച്ചു, 5000 ലോട്ടറി അടിച്ചു, 500 ലോട്ടറി അടിച്ചു, ജോലിയും അതുപോലെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എന്നിട്ടാണ് ഈ ഒരു ഭാവമാറ്റം ഇല്ലാതെ പറയണേ. ഇതൊക്കെ സന്തോഷത്തിൽ പറയണ്ടല്ലേ? സന്തോഷത്തിലാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓഫീസിലിരിക്കുന്ന, ഞാൻ ഇറങ്ങാൻ സന്തോഷം തന്നെയാണ്. സന്തോഷത്തില് അത് താങ്ക് യു പറയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചു. താങ്ക് യു സർ, താങ്ക് യു യൂണിവേഴ്സ്. പറഞ്ഞു വന്നപ്പോ എനിക്ക് ആരും പിടികിട്ടിയില്ല. ശരിയാണ്, നിങ്ങൾ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ജോലി എന്റെ പോയി സാറേ, ഞാൻ എന്താ ചെയ്യണ്ടേ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞല്ലേ? സാർ മറന്നുപോയി, ഞാൻ ക്ലാസ്സിലല്ല പറഞ്ഞത് സാർ, പേഴ്സണലി മെസ്സേജ് ഇടാറുണ്ട്. സാറ് എവിടെ പോവുമായിരുന്നു, അപ്പൊ മെസ്സേജ് ഇടാതെ. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളുടെ സ്പോട്ട് എടുക്കട്ടെ. എനിക്ക് നിങ്ങളെ കാണുന്നില്ല, അതുകൊണ്ട് ഇത് ആളെ ആരാ മനസ്സിലായിട്ടില്ല. ശൈലജ. അവിടെ ബാക്കിൽ മുഴുവൻ ലേറ്റ് ആണല്ലോ, കാണുന്നില്ല. തിരിഞ്ഞു ജസ്റ്റ് ഒന്ന്. ഓക്കെ 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 ഓക്കെ, നമ്മൾ 1 to 1 സംസാരിച്ച കാര്യം അല്ലേ? ശരിയാ, ഓക്കെ ഓക്കെ. ശരി 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 ശരി. 1 to 1 അല്ല, പേഴ്സണലി സാർ എവിടെ പോകുമ്പോ ഞാൻ സാറിന് സാർ എന്റെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടെന്നും പറഞ്ഞു. അപ്പൊ സാർ എനിക്ക് വോയിസ് മെസ്സേജ് ചെയ്തു, സാറ് ശൈലജ എവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സാറ് മറന്നുപോയി.
പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. 9:30 വരെ ഓഫീസ് ഉണ്ട്. ഓഫീസിന് 9:30 ഇറങ്ങുന്ന ഞാൻ ആയിരിക്കാം, എന്ത് ചെയ്യാൻ, ഓർമ്മ സാറെല്ലാം ഇതൊന്നും ഓർത്തു വെക്കുന്നില്ല. ഓക്കെ, എന്തായാലും നല്ല കാര്യം സംഭവിച്ചല്ലോ. താങ്ക് യു. തഥാസ്തു. ഇനി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വീണ്ടും ജോലിയിൽ ഉടനെ തന്നെ ഒരു ഇൻക്രിമെന്റ് സാലറി കൂടി സംഭവിക്കട്ടെ. അത് സംഭവിക്കാൻ സാധ്യതയില്ല. ആ, ശരി. അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പക്ഷെ അത് സംഭവിക്കാൻ അടുത്ത ആളിലേക്ക് സാധ്യതയില്ലെന്ന് പോവാം എനിക്ക് നമുക്ക് അവിടെ. ഓക്കെ, ശരി. അതിന് ഞാൻ എന്താ ചെയ്യാന്നൊരു പറഞ്ഞു തന്നാൽ അത് ചെയ്യാമായിരുന്നു. എന്താണ് മഞ്ജുരാജ് എന്താ പറഞ്ഞു? നിങ്ങൾ എല്ലാരും വൺമിട്ടിയല്ലേ? മഞ്ജുരാജ് പറഞ്ഞോ. ചിറ്റയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ സാറിന്റെ വീഡിയോസ് എല്ലാം. ഹലോ, ചിട്ടി കിട്ടിയില്ലേ മഞ്ജു ഇതുവരെ? ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? പറഞ്ഞു. പിന്നെ എന്റെ ചിറ്റയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. സാറിന്റെ വീഡിയോസ് എല്ലാം ചിറ്റ കാണുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചിറ്റയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചിറ്റ പറഞ്ഞ് സാറിനോടൊന്ന് പറയണം, എനിക്ക് ഫോണിന്റെ ഒന്നും അറിയത്തില്ല. അപ്പൊ സാറിന്റെ സൂം ക്ലാസ് ഒക്കെ അയച്ചു കൊടുത്താൽ അതിലൊന്നും കേറാൻ അറിയില്ല. അപ്പൊ യൂട്യൂബിലിരുന്ന് എല്ലാ ക്ലാസ്സുകളും ചിറ്റ കാണുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. എല്ലാത്തിനും ഞാൻ സാറിന്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണം. ചിറ്റയുടെ പേര് വിജയലക്ഷ്മി എന്നാണ്. അപ്പൊ ഭയങ്കര ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഹാപ്പിയാണ്. ഒരുപാട് മാറ്റം ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ അത് എനിക്കത് സാറിനെ കാട്ടിക്കൊടുത്ത് അത് ചിറ്റയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം കാണുമ്പോ എനിക്കും ഭയങ്കര സന്തോഷം. ഞാനും ഹാപ്പിയാണ്. ചിറ്റയുടെ പേര് വിജയലക്ഷ്മി എന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മനസ്സൊരു വിസ്മയം, ആ ഒരു ബുക്ക് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ വാങ്ങിത്തരാൻ ചിറ്റയ്ക്ക്. അപ്പൊ അന്ന് രാവിലെ ഞാൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഞാൻ പ്രാർത്ഥിക്കുമ്പം ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്നുള്ള ആ ബുക്ക് എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പേജ് തുറന്നെടുക്കും. അന്നത്തെ ദിവസം എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ അതിലെ വരികള് മനസ്സിൽ പതിപ്പിക്കും. അപ്പൊ അന്ന് തുറന്നപ്പോ കിട്ടിയത് നന്ദി പ്രകടിപ്പിക്കുക, എല്ലാത്തിനോടും നന്ദി പറയുക. എന്നിട്ട് ഞാൻ ആ ബുക്ക് താഴെ വെച്ചില്ല. എപ്പോഴും ഞാനത് അവിടെ തന്നെ എന്നിട്ട് വെക്കുന്നതാ. എന്താന്നറിയില്ല, ഞാൻ വീട് കൂട്ടി വെളിയിൽ ഇറങ്ങിയപ്പോഴും എന്റെ കയ്യിൽ ഈ ബുക്ക് ഇരിക്കുക. അപ്പൊ ഞാനത് വണ്ടിയിലേക്ക് വെച്ചാ എന്തായാലും ഇനി തിരിച്ചു കേറണ്ട, ബുക്ക് കടയിലിരുന്നു എനിക്കൊന്ന് വായിക്കാലോ എന്ന് ഉദ്ദേശിച്ച് ഞാനത് വണ്ടിയിൽ തന്നെ വെച്ച്. അപ്പോഴാണ് പോകുന്ന വഴിക്ക് ചിറ്റയുടെ വീട്ടിൽ കയറിയപ്പോ ചിറ്റ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ചിറ്റയ്ക്ക് ഇപ്പൊ ഞാൻ ഒരു സാധനം തരാന്നും പറഞ്ഞ് ഞാൻ സന്തോഷത്തോടു കൂടി, ഇത് ചിറ്റ ഇപ്പൊ വായിക്ക്, ഞാൻ അടുത്ത ബുക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. സന്തോഷായി. സന്തോഷം. ചിറ്റയോട് എന്റെ അന്വേഷണം പ്രത്യേകം പറഞ്ഞേ. ചിറ്റയ്ക്ക് വേണ്ടിയിട്ട് സാറ് എന്തെങ്കിലും ഒന്ന് പറയാ. വിജയലക്ഷ്മി എന്നാണ് പേര്. സാറിന്റെ വരികളിൽ വായിൽ കൂടി കേൾക്കുമ്പോ ചിറ്റയ്ക്ക് സന്തോഷമാകും. അതുകൊണ്ടാണ്. തീർച്ചയായും ചിറ്റയോട് എന്റെ അന്വേഷണം പറയുക. എന്നും മനസ്സിലുണ്ട്. ചിറ്റയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. മനസ്സിലുണ്ട്. അത് നമുക്ക് അപ്പോൾ തന്നെ അതിനുള്ള ഒരു എന്താ പറയാ മാനസികമായ അടുപ്പം നമ്മൾ വെക്കുന്നുണ്ടെന്ന് പറയുക. നെഗറ്റീവില് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഭയങ്കര ഹാപ്പി. ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. വരും, ഞാൻ ചിറ്റയായിട്ട് വരും. വീണ്ടും നന്മ നിറഞ്ഞ മനസ്സായി മാറട്ടെ ചിറ്റ. അതുപോലെ തന്നെ ആരോഗ്യവും ആയുസ്സും സർവ്വ ഐശ്വര്യങ്ങളും ചിറ്റയ്ക്ക് എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിറ്റയായി മാറി. ഒരു ദിവസം ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടേട്ടെ. ചിറ്റ എടുത്ത് പോകുമ്പോ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ എനിക്ക് കാണാം. മഞ്ജുരാജുവിന് ഒരുപാട് വ്യത്യാസം അന്ന് നമ്മൾ കണ്ടതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അപ്പൊ ജീവിതത്തിൽ അത് എന്നും കൊണ്ടു നടക്കും കേട്ടോ. എല്ലാവർക്കും ആ ശുഭാപ്തി വിശ്വാസം ഇങ്ങനെ വിതറിക്കൊണ്ട് കടയിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാവുക, കച്ചവടം കൂട്ടുക. സന്തോഷമായി കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. പറഞ്ഞു ബബിതാനിൽ കൺവേർട്ട് ചെയ്തോ. സാർ, എനിക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. പിന്നെ ഞാൻ ഓരോരുത്തരും ഇതുപോലെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ എനിക്ക് പറയേണ്ട സമയം ആവട്ടെ, അപ്പൊ സാറിനോട് പറയാം. അതിലിടക്ക് ചെറുതായിട്ടൊന്നും പറയേണ്ട ഓർത്തിട്ടിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൊറോണ ഞങ്ങളെ നാട്ടിലെത്തിച്ചു.
ബാംഗ്ലൂര് ടൈലർ ഷോപ്പായിരുന്നു. രണ്ട് കടയും 5 പിന്നെ ജോലിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണ വന്നപ്പോൾ എല്ലാവരും നാട്ടിലെത്തി. ഇപ്പൊ നാട്ടിൽ ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് ഞാനും ഭർത്താവും മാത്രം. അങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. പിന്നെ വീട് ആയില്ല. വീട് വാടകയാണ്. ഷോപ്പ് വാടക, ഒരു ലോൺ, അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന സാറിന്റെ 2020 മെഡിറ്റേഷൻ ഉണ്ടല്ലേ, അതിലിപ്പോ ഒരു 4-5 ദിവസമായി ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. 1-1.5 മണിക്കൂർ അതിനു വേണ്ടി മാത്രം രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് വിളക്കൊക്കെ വെച്ചിരിക്കും. അപ്പൊ ഇന്ന് കാണാൻ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ വരുന്നു. ഇതുപോലെ 10-15 വർഷമായി ഞാൻ ഒരു LIC ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 3-4 അടവുള്ള സമയത്ത് അത് അടക്കുന്നവള് 2 അടവിന്റെ പൈസ പുള്ളി എന്തോ ചെയ്തെന്ന് അറിയില്ല, ബില്ല് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടു തന്നില്ല. പിന്നെ ഞാനത് വിട്ടു, ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. ശരി, നമുക്കത് എന്തോ ഒരാളോട് ചോദിച്ചിട്ട് അവരെ വെറുപ്പ് സമ്പാദിക്കുക, അതൊന്നും ഒരു ശീലമില്ല എനിക്ക്. അതുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ സംസാരിക്കാറില്ല. അപ്പൊ ഞാൻ ഓർത്ത് ശരി പോട്ടെ, എനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇന്ന് കാണാൻ പുള്ളിക്കാരി വിളിക്കുന്നു, പിന്നെ ഈ മുടങ്ങിയതൊക്കെ LIC ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത്. പണ്ട് 3 വർഷം അടച്ചു കഴിഞ്ഞാലേ കിട്ടുമായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു 22,000 ചില്ലറ രൂപ എനിക്ക് പിന്നെ ബോണ്ട് എടുത്ത് വന്നാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇന്ന് വിളിച്ചു തന്നെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സാറിന്റെ ഈ ടെക്നിക്കൊക്കെ ഒന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ റിങ്ങിന്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഓർത്ത് സമയമുള്ള ടെക്നിക്ക് അങ്ങനെ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ദിവസവും ചെയ്യുന്നുണ്ട്. പിന്നെ ഷോപ്പിൽ പണിയില്ലാത്ത സമയത്ത് സാറിന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരുപാട് പണി വന്നത്. പിന്നെ എപ്പോഴും ശരീരത്തിന് ആരോഗ്യം തരണം, പണിയും ഉണ്ടാവണം, ഇതേ പ്രാർത്ഥിക്കാറില്ല, വേറൊന്നും പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട്. സമയാസമയം വാടക സമയത്തായാലും എല്ലാം നടക്കും. പക്ഷെങ്കിൽ ഇനിയിപ്പോ വീടൊക്കെ ആവണം. അതൊക്കെ എന്തായാലും അതൊക്കെ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഈ 2020 മെഡിറ്റേഷനിലേക്ക് 1-1.5 മണിക്കൂർ അതിനു വേണ്ടി മാത്രം ചെലവിടുന്നത്. സാറിന്റെ ആ മെഡിറ്റേഷനും പിന്നെ നമ്മളെ മന്ത്രവും, അത് രണ്ടും കൂടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാറ്റങ്ങൾ തുടങ്ങിയല്ലോ, സന്തോഷം. ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടാണ് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്നത്. സന്തോഷം, കേട്ടത് വളരെ സന്തോഷം. പിന്നെ മോള് നെറ്റിന്റെ എക്സാം സാറിന്റെ അനുഗ്രഹത്തോടെ പോയി. അപ്പൊ അത് നല്ല, ഞാൻ എക്സാം കഴിയുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ചിരിച്ചോണ്ടുള്ള മുഖത്തോട് വരണേന്ന്. നോക്കുമ്പോ അതുപോലെ തന്നെ ചിരിച്ചോണ്ടേ വന്നു, ഈസി ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പാസ്സാവട്ടെ അമ്മ, എന്നിട്ട് സാറിനോട് സംസാരിച്ചോളാം, ഡയറക്റ്റ് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അവളല്ലേ മിനിയാന്നല്ലേ പറഞ്ഞത്? ഇന്ന് എക്സാം പറഞ്ഞല്ലേ? അല്ലല്ലേ? അതെ അതെ അല്ല, ഇന്ന് മറ്റേ നെറ്റിന്റെ എക്സാം അല്ലേ? നെറ്റ് എക്സാം സാറേ. അവളോട് പറഞ്ഞു. ഓക്കെ ഓക്കെ. മാത്സൊക്കെ ഭയങ്കര കഷ്ടായിരുന്നു അവക്ക്. പക്ഷെങ്കിൽ എന്തോ അവള് ഇറങ്ങി വരുമ്പോ സൺഡേത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളാൻ പറയാട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ശരി സാർ. സൺഡേ അവർക്കുള്ള ക്ലാസ് ഉണ്ട്, വലിയ കുട്ടികൾക്കുള്ള ക്ലാസ് ഉണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുറച്ച് അവർക്ക് നെറ്റ് എനിക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ വേണം. നെറ്റും സെറ്റൊക്കെ എഴുതുന്ന ബിടെക് കഴിഞ്ഞ ആൾക്കാരൊക്കെ കുറച്ചുള്ള ടീം അവിടെ വേണം. അപ്പൊ അവർക്ക് ലൈഫിൽ എങ്ങനെ പോകുന്നു എന്നതിനെ പറ്റി കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാം. ജോയിൻ ചെയ്യാൻ പറയാം. ലിങ്ക് നമ്മുടെ ഇതിനകത്ത് ഉണ്ടാവും. നാളെ സൺഡേ ഈവനിങ് ആണ് അവർ ക്ലാസ്. നല്ല ടീമാണ്. പിന്നെ സാറേ, ഇത് പിന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴായാലും അല്ലെങ്കിലല്ലേ ഈ ശരീരം ഒരു ഞെട്ടിക്കില്ലേ, ഒരു 2-3 പ്രാവശ്യം ഒരു കുടച്ചൽ, അത് ഉണ്ടാവാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അറിയില്ലല്ലോ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്ത് നേടാനാ പ്രാർത്ഥിക്കുന്നത്? ഓ അതാണല്ലേ. അത് ഞാൻ പ്രാർത്ഥനയല്ല, മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴല്ലേ. എല്ലാത്ത സമയത്തും ഇടക്കുണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ഞെട്ടിക്കല്. എവിടെയാ, എങ്ങനെ ഞെട്ടുന്നത്? ശരീരത്തിന് അകത്തുനിന്നോ പുറത്തുനിന്നോ ഞെട്ടിക്കണം? ശരീരത്തിന് അകത്തുനിന്ന് ഒരു കുടച്ചല്. ഞാൻ മറുപടി പറയണോ ഇവിടെ വേറെ ആരെങ്കിലും മറുപടി പറയുമായിരുന്നു? രേണുമാം ഒരു മറുപടി പറഞ്ഞേ. ഫോർഗീവ്നെസ് ഒക്കെ പോവുകയാണ് മോളെ. ഫോർഗീവ്നെസ് പോവുക? ആരാ പറഞ്ഞേ? നമ്മുടെ ഉള്ളിലെ നെഗറ്റീവുകളെല്ലാം പോകുന്നു. അവിടെ ഇല്ല. നോക്കൂ, നമ്മൾ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്മ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളുള്ള നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഉയരാനാണല്ലോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത്. നിലവിലുള്ള എന്റെ അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്തണമേ, അല്ലെങ്കിൽ എന്നെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകണേ എന്നാണ് പ്രാർത്ഥനയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ മെഡിറ്റേഷന്റെ ഉദ്ദേശവും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് പോകണമെന്നാണ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആക്ച്വലി ഈ ഉയരുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉയരുന്നത്? നമ്മുടെ എനർജിയാണ് ഉയരേണ്ടത്. നിലവിലുള്ള നമ്മുടെ എനർജിയിൽ നിന്ന് അടുത്ത എനർജിയിലേക്ക് നമ്മൾ കയറുകയാണ് ചെയ്യുക. അതായത് നമ്മുടെ ഊർജം കൂടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ശരീരത്തിലെ ഊർജം കൂടുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? ശരീരം ശരിക്കും ഇലക്ട്രിക് ആണ്, കറണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 വോൾട്ട് കറണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈനിനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും കൈകൊണ്ട്. പക്ഷെ അതേ സാധനം 200 അതേ സമയത്ത് ഒരു 150 വോൾട്ട് 200 വോൾട്ട് വരുന്ന പിടിക്കാൻ പറ്റുമോ? അത് തെറിച്ചു കളയും, ഷോക്ക് അടിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ശരീരം ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അടുത്ത എനർജിയിലേക്ക് മാറുമ്പോൾ ശരീരം നിലവിലെ അവസ്ഥയിൽ നിന്ന് ഞെട്ടിപ്പോവും, ഒന്ന് ധരിക്കും. സ്വാഭാവികമാണ്. കാരണം ഇതെല്ലാം ഫിസിക്സ് ആണ്. നമ്മുടെ ശരീരം കംപ്ലീറ്റ്ലി കെമിക്കലും ഫിസിക്സും ഉള്ളത് കൊണ്ട് അത് ഓട്ടോമാറ്റിക് അവിടെ സംഭവിച്ചു വരും. അപ്പോഴാണ് ഒരു തലത്തിലേക്ക് ഉയരുക. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നവരോട് എല്ലാവരും പറയുന്നുണ്ട്, മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾ വിറക്കും. ചിലപ്പോൾ വിറക്കുമ്പോൾ നല്ല ലക്ഷണമാണ്, നിങ്ങൾക്ക് എനർജി കൂടുന്നതാണ് അതിന്റെ അർത്ഥം. ഇതൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ രേണുമാമും മറ്റേ ഖദീജയും പറഞ്ഞ പോലെ നിങ്ങൾ ഫുള്ളി ബ്ലോക്ക്ഡ് ആണ്. അവിടെ ഫുൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അത്രയും മാലിന്യങ്ങൾ നിറഞ്ഞവർക്ക് ഇത് വിറക്കില്ല. അവർക്ക് അതിനകത്ത്, കാരണം ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം, ഞാൻ എപ്പോഴും പറയുന്ന അതേ രീതി പറയാം. കുറെ മാലിന്യങ്ങൾ കെട്ടി നിൽക്കുന്ന ഒരു ഒഴിവുചാലിലേക്ക് നല്ല ശുദ്ധജലം ചെറിയ പ്രഷറിലാണ് വന്നതെങ്കിൽ മാലിന്യത്തിൽ തട്ടിത്തെറിപ്പിക്കില്ല, മാലിന്യം അവിടെ തന്നെ നിൽക്കും. പക്ഷെ നല്ല പ്രഷറിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ മാലിന്യത്തെ തെറിപ്പിച്ചുകൊണ്ട് പോകും. പക്ഷെ തെറിപ്പിക്കുമ്പോഴും മാലിന്യത്തിലേക്ക് ഒരു തട്ടുമല്ലോ, ആ തട്ട് സ്വാഭാവികം നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതിനാണ് അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് തട്ടി ഓരോ സ്റ്റെപ്പായിട്ട് പോയി വരണം. ഇപ്പൊ ഞാനൊക്കെ ഇവിടെ മെഡിറ്റേഷൻ ശരിക്കും എനിക്കൊക്കെ ഫീൽ ചെയ്യാൻ സമയത്ത് എനിക്ക് ഇപ്പോഴും വറക്കും, ഇപ്പോഴും വൈബ്രേറ്റ് ചെയ്യും. ശരിക്കും ശരീരം വൈബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പിടിച്ചാൽ നിൽക്കില്ല. എനിക്ക് എല്ലാ ദിവസവും വൈബ്രേറ്റ് ചെയ്യും, ഓരോ ശരിക്കും ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ. അത് അനുഭവിക്കണം. അത് അനുഭവിച്ചാൽ അങ്ങനെ തന്നെ പോകണം. അത് നല്ല കാര്യമാണ്. വെരി ഗുഡ്. രതി TS പറഞ്ഞോ. രതി TS പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോ. ഇല്ലേ? സാർ നമസ്കാരം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ. പറഞ്ഞോ രതി. ഹലോ പറഞ്ഞോളൂ സാറേ. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ സാറിന്റെ ക്ലാസ്സുകള് സ്ഥിരമായി പരമാവധി സമയങ്ങളിൽ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ മുന്നും മാനിഫെസ്റ്റേഷനും മറ്റുള്ള ക്ലാസ്സുകളും പിന്നെ സീക്രട്ട് മറ്റേ ഉപബോധ മനസ്സിന്റെ അതൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. വെച്ച് കുറെ കാലം നമ്മൾ അത് വെച്ച് നോക്കിക്കൊണ്ടിരുന്നിരുന്നു. അപ്പൊ അത് ശരിക്ക് ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് കിട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഇത് നമ്മൾ സ്വയം ചെയ്യണേക്കാൾ ഉപകാരമാണെന്ന്. ഞാൻ ഗവൺമെന്റ് സർവീസില് ഒരു സ്വിമ്മിങ് കോച്ചാണ്, ആയിരുന്നു 20 വർഷമായിട്ട്. അത് കഴിഞ്ഞ് സ്വിമ്മിങ് കോച്ചാണ്. അപ്പോ 20 വർഷം കോഴിക്കോട്, വയനാട് ഒരു ജില്ലകളിലായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂര് വന്ന് ഞാൻ ഇപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ചു. അതൊക്കെ ആ സമയങ്ങളിൽ ഈ ബുക്കുകളൊക്കെ വായിച്ചത് വെച്ചിട്ട് എനിക്ക് 1 രൂപ പോലും സമ്പാദ്യം ഇല്ലാത്ത സമയത്താണ് ഞാൻ ഒരു വഴി കൂടെ പോകുമ്പോ ആ സ്ഥലം കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഈ സ്ഥലം വേറെ സ്ഥലം നോക്കിയിട്ട് പറഞ്ഞു അതെനിക്ക് വേണ്ട, ഇത് സ്ഥലമാണെങ്കിൽ ഞാൻ വാങ്ങായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കാശൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ബാങ്കിൽ പോയി പറഞ്ഞപ്പോ എനിക്ക് ഫുൾ എമൗണ്ട് ലോൺ കിട്ടി. അതുകൊണ്ടൊരു വീട് വെച്ച് ഞാൻ കൃത്യമായി അടച്ചു വരുന്നുണ്ട്. പക്ഷെ അപ്പൊ ആഗ്രഹിച്ച സ്ഥലം നമുക്ക് കിട്ടി. നമ്മൾ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയിരുന്നു. പിന്നീട് എനിക്ക് ജോലി ഞാൻ റിസൈൻ ചെയ്തു. ഇപ്പൊ താൽക്കാലികമായിട്ട് എക്സൈസും പോലീസ് ക്യാമ്പ് മാത്രം മണിക്കൂറുകൾക്ക് മാത്രം ക്ലാസ് എടുക്കാനാണ് പോണത്. പിന്നെ എനിക്ക് എന്റെ ഞാൻ എല്ലാവർക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞത്. അതായത് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ്സുകാരി ആവാന്ന്. അപ്പൊ അന്ന് കാലത്തൊക്കെ വീട്ടിലെല്ലാവരും പറയും എന്നും ബിസിനസ് മൈൻഡാ, ജോലി കിട്ടി, ജോലിയുണ്ട്, സുഖമായിട്ട് മിണ്ടാതിരിക്കണതിന് പകരം ബിസിനസിന്റെ പിന്നാലെ ഓടും, കുറെ കടം വരുത്തി വെക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. ആര് ബ്ലോക്ക് ചെയ്താലും ഞാൻ ബിസിനസ്സുകാരി ആവും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോ ഒരു ചെറിയ ഷോപ്പ് ജോലിയുടെ കൂടെ ചെയ്തു. അവിടുന്ന് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ആക്കി. വേറെ സ്ഥലത്ത് ഇനി ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള ഓട്ടാണ്. അപ്പൊ അതിന് ഞങ്ങൾക്ക് സമ്പത്തില്ല.
ഞങ്ങൾക്ക് ഞങ്ങളെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ചെയ്തേ. പക്ഷെ ഇപ്പൊ സമ്പത്തിന് വഴിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ നടപ്പാക്കുമെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അത് ഇതിൽ ഞാൻ തീരുമാനിച്ച കാര്യം ഞാൻ മരിക്കുന്നതിന് മുന്നേ നടപ്പാക്കും എന്ന് പറഞ്ഞു. എന്റെ മകളോടും എന്നോട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവള് സ്വർണ്ണൊക്കെ തന്ന് എന്നെ സഹായിച്ചിട്ടാണ് അതൊക്കെ ചെയ്തേ. ഇപ്പൊ ആരും ഒരു പരിചയമില്ലാത്ത ആളെ, എനിക്കൊരു നല്ല ഒരു സ്വഭാവമുണ്ട്. ആര് വേദനിച്ചു വന്നാലും അവരെ സഹായിക്കും. അത് എന്റെ എത്ര കട നിലനിൽക്കുന്നുണ്ടോന്നും ഞാൻ നോക്കാറില്ല. അവരെ അവസ്ഥ മോശമാണെങ്കിൽ സഹായിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പരിചയമില്ല, സിർഡിയിൽ അങ്ങടാണ് അവരുടെ വീട്. അവര് തിരുവനന്തപുരംകാരാണ്, സിർഡിയിലാണ്. ഓട്ടോമാറ്റിക് അവർ ഓണത്തിന് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഇവിടെ തൃശ്ശൂര് അവർ അറിയപ്പെടാൻ വന്ന് അവരെ കാശൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അവർക്ക് ഓണത്തിന് ഊണ് കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്റെ കടയിലേക്ക് വന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഭക്ഷണം ഇല്ലാതെ എവിടെയും നിൽക്കരുത്. നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വെക്കുന്നുണ്ട്. 2 ആള് കൂടിയോണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് എന്നാണോ സമ്പത്ത് ഉണ്ടാവണം അതുവരെ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം, വീട്ടിൽ നിന്നല്ല കടയിൽ നിന്ന് വന്ന് ഭക്ഷണം 3 നേരം കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അവരും അതുപോലെ പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരായിരുന്നു. അവരെ ഒരു പരിചയമില്ല ഞങ്ങൾക്ക്. പക്ഷെ അവര് എനിക്ക് ഇന്ന് എന്റെ ബാധ്യത തീർക്കാൻ 5 ലക്ഷം രൂപ തരും. അവർക്ക് വേറെ ബോംബെയില് വേറൊരാളുടെ സ്ഥലം 1500 കോടിക്ക് വിറ്റു. അപ്പൊ അവരെ സഹായിച്ചതിന്റെ പേരിൽ എന്റെ കട അവർ വീട്ടും. അത് മാത്രല്ല, ഈ ബിസിനസ് ഹൈപ്പർ മാർക്കറ്റ് ആക്കാൻ എത്ര കോടി രൂപ ചെലവാക്കിയാലും അവർ ചെയ്തു തരും. സ്ഥലം വാങ്ങി നമുക്ക് ചെയ്തു തരും. നിങ്ങൾ നമ്മളോട് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഒരു കുടിലിൽ ജീവിച്ച ആളാണ്. അതായത് ഓലക്കുടിലിൽ നിന്നാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അത് നമ്മളുടെ മൈൻഡ് പവർ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ കുറെ പേര് ഞാൻ ക്ലാസ് കേൾക്കുമെങ്കിലും കുറെ പേര് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാ നടക്കുക, ഇതെന്താന്ന്. സാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ സാറിന്റെ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. വേറെ ഒരു സുജാമേന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തോ, അൺമ്യൂട്ട് ചെയ്തോ, അൺമ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ടാണ്. അതാ അൺമ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യും. ഇവിടുന്ന് ചെയ്യാൻ അവര് ഫോൺ കയറി വന്നതാ സാറേ, ഫോൺ കയറി വന്നത്. അതെ. അപ്പൊ ആ മൈൻഡ് പവർ ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ്. സാറിന്റെ ക്ലാസ് ഞാൻ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ടിവിയിലെ നെഗറ്റീവ് വാർത്തകള് വേറൊരാൾ എന്നോട് നെഗറ്റീവ് പറഞ്ഞാൽ തന്നെ ഞാൻ ചെവി കൊടുക്കാറില്ല, ചിരിച്ചുകൊണ്ട് കൊണ്ട് പോവും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ നെഗറ്റീവുകൾ ആനിലേക്ക് വരുന്നതിനൊക്കെ ഒഴിവാക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രത്യേക ആര് തരും എന്നുള്ളതല്ല, എവിടെ നിന്ന് വന്നൊന്നും എനിക്കറിയില്ല, ഒരിക്കലും ഒരു പരിചയമില്ല. ഈ ഭൂമിയിൽ ആരെങ്കിലും ഒരാള് നമ്മളിലെ ഈശ്വരനായിട്ട് വന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ ഈ ക്ലാസ്സുകൾ കേട്ടപ്പോ പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിൽ വന്നത്. പലരും ചോദിക്കാറുണ്ട്, അതെങ്ങനെയാ കിട്ടുക. അത് നമ്മളൊരു മൂവ്മെന്റ് അല്ല, നമ്മളെ മൈൻഡിനെ സെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് വരുന്നുള്ളത് സത്യമാണ്. സത്യസന്ധമായി ഞാൻ മാത്രം ജീവിച്ചിട്ടുള്ളൂ. അതെന്റെ മക്കളോടും എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മരിച്ചാലും സത്യം പറയാം, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക, ഓട്ടോമാറ്റിക് നമുക്കെല്ലാം ദൈവം തരും എന്ന് പറയാറുണ്ട്. അത് പക്ഷെ ഞാൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്തേ. ഇപ്പൊ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊക്കെയാണ് സത്യമെന്ന്. അത് സാറിന് താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. അതായത് എനിക്ക് പവർ ഉണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിനൊരു വ്യക്തമായ, എനിക്ക് ഒന്നാമത്തെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്റെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ കടന്നു വരും. അപ്പൊ എനിക്ക് അതങ്ങോട്ട് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് അത് കൃത്യമായി കിട്ടി. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് 4:30 എനിക്കുന്ന ആളാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ത് നേടണം എന്നുണ്ടെങ്കിലും എല്ലാവരോടും ഞാൻ പറയുന്നത്, സമയം നമുക്ക് വേണ്ടിയിട്ട് ആരും തരില്ല, നമ്മൾ കണ്ടെത്തണം. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ കണ്ടെത്തിയ സമയം കണ്ടെത്തി. എനിക്ക് ഇപ്പൊ 9 മണിയായി, ഞാൻ കട അടച്ചിട്ടില്ല. കട അടച്ച 9 മണിക്ക് പോയ 9:45 വീട്ടിലെത്തുമ്പോ. അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. പക്ഷെ അതെന്റെ ആവശ്യമാണ്, എന്റെ ആഗ്രഹമാണ്, അത് നടത്തി കാണിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതിന് സമ്പത്ത് ഓട്ടോമാറ്റിക് വന്നു. ഇനി അവര് സ്ഥലം വാങ്ങി നമുക്ക് തരും. ഇനി എന്ത് ചെയ്താലും അവരെ ഭക്ഷണം കൊടുത്തത് കൊണ്ട് അവർക്ക് കിട്ടിയ സ്വത്തിന്റെ അവരൊപ്പം എന്നെ എന്റെ സഹോദരിയായിട്ട് അവർ കൊണ്ടുപോകും. എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നാണ് പറഞ്ഞത്.
വെരി ഗുഡ്. എന്നാലും തന്നില്ലെങ്കിൽ എനിക്കൊരു വിഷമമില്ല. അത് അവരെന്നോട് പറഞ്ഞല്ലോ. അപ്പൊ ചിലപ്പോ എനിക്ക് അതിലെവിടെ ആവും ഭഗവാൻ വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കും. ഇന്നലെ ഇല്ല, അല്ലെങ്കിൽ ഇനി വേറെ ലോട്ടറി അടിച്ചിട്ടാവും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ വെരി ഗുഡ്. അവിടേക്ക് എത്തിച്ചു എന്റെ മൈൻഡിന്റെ പവറിലേക്ക് എന്നെ കൊണ്ടുവന്നു. സാറിന്റെ ക്ലാസ് കേട്ട ആ മെഡിറ്റേഷൻ കറക്റ്റ് ആയിട്ട് ഞാൻ സാറിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പൈസ കൊടുത്ത് കയറിയിട്ടില്ല, സമയ അഡ്ജസ്റ്റ്മെന്റ് അല്ലാത്തതുകൊണ്ട്. പക്ഷെ എല്ലാ ക്ലാസ്സും എല്ലാ ദിവസങ്ങളിലും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ യൂട്യൂബ് അത് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പവർ കയറ്റി കൊണ്ടിരുമായിരുന്നു ഓരോ വിഷയവും. സാർ അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കാൽഭാഗമാണ് സാറ് ക്ലാസ് എടുക്കുമെങ്കിലും അത് പ്യുവർ ആയിരുന്നു. അതാണ് എന്റെ മൈൻഡിനെ സ്റ്റോർ ചെയ്തത്. അത് ക്ലിയർ ആയി. താങ്ക് യു സാർ. യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്. രതി മാം പറഞ്ഞത് കുറേ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒരു പോയിന്റ് ഞാൻ എടുത്തിട്ട് പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് വിഷയമല്ല. ഇത് സംഭവിക്കേണ്ടത് നിങ്ങൾക്ക് ഈ നിയമം അറിയോ അറിയില്ല എന്ന് വിഷയമേ അല്ല. വിശ്വാസമുണ്ടോ അത് സംഭവിക്കും. അത് മാത്രമാണ് ഇവിടുത്തെ പ്രധാനമായ കാര്യം. രണ്ടാമത് കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത നന്മയ്ക്കുള്ള ഗുണം വരിക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇല്ല. അത് എങ്ങനെ പോയാലും നമുക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം നമ്മുടെ എനർജിയുടെ ഭാഗമാണ്. ആ എനർജി നമ്മളിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇതെല്ലാം സംഭവിക്കൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ ഇത് എനർജി വേണം നമ്മുടെ. ആ എനർജി ഉണ്ടാവുന്നതാണ് പ്രധാനമായ കാര്യം. അതിനെ അപ്പ് ചെയ്ത് കൊണ്ടുവരിക. മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടൊന്നും നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതമാണ് ഇത്. തീരുമാനം നമ്മുടേതാണ്. ഇത് എടുക്കാനുള്ള തൻ്റെ ഇടം നമുക്കല്ലേ. തൻ്റെ ഇടം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്ന പോലത്തേ ഉള്ളൂ. അത് ഉണ്ടാവണം. തൻ്റെ ഇടം എന്നല്ല, യാഥാർത്ഥ്യം ഉണ്ടാവണം എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. വാക്ക് നമ്മൾ സത്യസന്ധമായ യാഥാർത്ഥ്യത്തിൽ പോയാൽ മതി. തൻ്റെ ഇടം എന്ന് തൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. താങ്ക് യു മാം. എന്തായാലും വന്ന് സംസാരിച്ചത് വളരെ സന്തോഷം. യൂട്യൂബ് വീഡിയോ കണ്ട് സംസാരിക്കുന്ന സന്തോഷം. മാറ്റങ്ങൾ ഇനിയും സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് അറിയിക്കുക. ഇതുപോലെ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറും. ഇച്ചിരി കൂടി സമയം എടുക്കുന്നു മാത്രമല്ല. ക്ലാസ്സിൽ കയറിയോ കയറിയില്ല എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നതാണല്ലേ പ്രധാനം. അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. എനിക്കും അതാണല്ലോ ഇഷ്ടം. ഉറപ്പാണ്. ഞാൻ തീരുമാനിച്ചുറച്ചതാണ്. അത് വീട്ടിലെല്ലാവരും എതിർത്താലും ഞാൻ തന്നെ ചെയ്തു, ഏറ്റെടുത്ത് ചെയ്തു, നടന്നു. താങ്ക് യു സാർ. ഞാൻ ഇപ്പൊ മ്യൂട്ട് ചെയ്ത് സാർ ഇപ്പൊ ഇറങ്ങും. കാരണം കട അടയ്ക്കാറായേ. ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് വണ്ടിയുമേ. ശരി ശരി ശരി. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കയറാം. രമണി പറഞ്ഞു. അജിത പറഞ്ഞു. രമണി പറയണ്ടോ അല്ലെങ്കിൽ അജിത പറഞ്ഞു? രമണിയാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് പറയുന്നത്. നീറ്റ് വലിച്ചൊന്നും പറയുന്നില്ല സാർ. ക്ലാസ് തുടങ്ങി പറഞ്ഞില്ലേ, കീർത്തനങ്ങൾ പാടി കവിതകളൊക്കെ പാടി അങ്ങനെ നമുക്ക് ചെയ്യാന്ന്. അപ്പൊ ഒരു കവിത എന്നൊരു കീർത്തനം പാടണമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ ഒരു കീർത്തനം പാടണമെന്നുണ്ട്. കുറച്ച് പ്രായമായ ആളായതുകൊണ്ട് ഇത്തിരി വിറയിലൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പാടാൻ റിട്ടയർ ചെയ്തിട്ട് ഒരു 16 വർഷമായി. ടീച്ചറായിരുന്നു. പ്രായോ 16 റിട്ടയർഡ് ചെയ്ത് 16 വയസ്സിന് പ്രായമാണോ? എന്താ ഈ പറയുന്നത്? ഒരു മിനിറ്റ്, ഞാനെല്ലാം ബാക്കിയുള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്തോട്ടെ. നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ ഇവരെല്ലാരും ഒച്ച ഉണ്ടാക്കും. ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ അവിടുന്ന്. അല്ലെങ്കിൽ കീർത്തനം പാടുമ്പോഴേക്ക് ഇവര് ഒച്ച ഉണ്ടാക്കും ഇടയിൽ. അൺമ്യൂട്ട് ചെയ്തോളൂ. റെഡി. താങ്ക് യു. വിറയിലൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്കൊരു ആഗ്രഹമാണ് ഇത് പാടണമെന്ന്. കൃഷ്ണനെ കുറിച്ചാണ് ഇന്ന് ഏകാദശിയാണല്ലോ. അപ്പൊ ഞാൻ കൃഷ്ണനെ കുറിച്ച് ഒരു കീർത്തനാണ് ചൊല്ലണത് കുറച്ച്. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ. ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. അവിടന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാത്തു? പറയേണ്ടതൊക്കെ മറന്നുപോയോ? തൊഴുകൈയുമായി ഞാൻ നിന്നപ്പോൾ എൻ ചുണ്ട് കൊതിയോടെ
കണ്ണാ വിളിച്ചു പോയി. കൊതിയോടെ കണ്ണാ വിളിച്ചു പോയി. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ. ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. രോമാഞ്ചദീപ്തമൻ ദേഹം വിറയ്ക്കുന്നു. വാക്കിടറുന്നു വിയർത്തിടുന്നു. അപ്പോഴും എന്നുള്ളിൽ നിന്നും ഉയരുന്നു കണ്ണായ നുൾവിളി കേട്ടു ഞാനും. കണ്ണായ നുൾവിളി കേട്ടു ഞാനും. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ. ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. താങ്ക് യു. താങ്ക് യു. സർവം കൃഷ്ണാർപ്പണമസ്തു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കൃഷ്ണാർപ്പണമസ്തു. താങ്ക് യു. അതിന്റെ ഈണൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ചൊല്ലി. തുടക്കത്തിലും പറഞ്ഞത് വേണ്ട, ഒടുക്കത്തിലും പറഞ്ഞത് വേണ്ട, നടുക്കുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അതിന് നമുക്ക് അജിതയിൽ പോവാം. നമ്മളെ അംബികച്ച് ഇന്നില്ല, അല്ലെങ്കിൽ അംബികച്ചിനെ കൊണ്ട് ഒരു കൃഷ്ണസ്തുതി കൂടി കേൾപ്പിക്കാമായിരുന്നു. അംബികച്ച് ഇന്ന് ലീവ് വന്നിട്ടില്ല. ഇനി ആരെങ്കിലും പാടാൻ ആഗ്രഹമുണ്ടോ? പാടിക്കോ. അജിത പാടുന്നുണ്ടോ? പാടിക്കോ. ഞാനൊന്ന് പാടട്ടെ. യെസ്, പാടി എനിക്ക് തോന്നി. അത് വരുമ്പോഴേ എനിക്ക് തോന്നി പാടാനായിരിക്കും ആ പരിപാടി. ഓക്കെ സർ, അത് എന്റെ ഇതിന്റെ കിറുക്കിറുന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, ക്ലിയർ ആണ്. ക്ലിയർ. ഒരു മിനിറ്റ്, ടീച്ചറോട് കാര്യം ചോദിച്ചോ. ടീച്ചർ ബാംഗ്ലൂരിൽ നിന്നാണെന്ന് പറഞ്ഞു. ടീച്ചർ ബാംഗ്ലൂരിലായിരുന്നു ഇത്ര കാലം ടീച്ചിങ്, അല്ല ഇപ്പൊ പോയതോ? ബാംഗ്ലൂരിലായിരുന്നില്ല, ഞാൻ നാട്ടില് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിലാണ് എന്റെ വീട്. ഞാൻ ഒരുപാട് പ്രോബ്ലംസ് വന്നു റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പൊ അതൊക്കെ പിന്നെ പതുക്കെ പറയാം. അതിൽ നിന്ന് ഞാനിപ്പോ എന്റെ മകളെ എന്നെ കൊണ്ടുവന്നിട്ട് മകളുടെ കൂടെ ഇവിടെ താമസിക്കുകയാണ് ബാംഗ്ലൂര്. ഞാൻ 12-ാം തീയതി നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. ഏകദേശം ഒരു മാസത്തോളം ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ കൊടുങ്ങല്ലൂർ ഉത്സവമൊക്കെ തുടങ്ങുകയാണ്. പിന്നെ എൻ്റെ തറവാട്ട് വീട്ടിൽ ഉത്സവമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തിരിച്ചു വരും. പക്ഷെ ഞാൻ 13-ാം തീയതി തുടങ്ങുന്ന ക്ലാസ്സിൽ ഞാൻ വീണ്ടും ചേർന്നിട്ടുണ്ട്. 2020 ഒക്കെ ചെയ്തു. പിന്നെ ഞാനിപ്പോ 10 മിറാക്സിൽ ചേർന്നു. പിന്നെ അതിനുശേഷം ഞാനിപ്പോ ഇന്ന് പേ ചെയ്തിട്ടുണ്ട് 3-ാമത്തെ 7 ഡേ. നിങ്ങളെല്ലാം ക്ലാസ്സിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്കാണ് നിങ്ങളെ അറിയാത്തത്. ഓക്കെ, ക്ലാസ് 10 മിറാക്കിൾക്ക് എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ എന്താ പറയാ, യൂട്യൂബില് ഞാൻ കയറി കുറെയൊക്കെ മനസ്സിലാക്കി. ഇനിയത്തെ ക്ലാസ്സിൽ ഞാൻ ശാന്തമായി സ്വസ്ഥമായി എൻ്റെ വീട് തുറന്ന്, കൊടുങ്ങല്ലൂർ എൻ്റെ വീട് തുറന്ന് ഞാൻ അവിടെ താമസിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ചേർന്ന ചക്ര ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ശരി ശരി ശരി, ഓക്കെ. അജിത പറഞ്ഞോ. അജിത തുടങ്ങട്ടെ. എനിക്ക് നമസ്കാരം സർ. എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് പാട്ട് പാടാൻ പറയുമ്പോ ഒരു വിറവല്ല എവിടെന്നോ വരും. അതുകൊണ്ട് ക്ഷമിക്കണം. ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഈ വിറയൽ പാടുമ്പോ മാത്രമല്ലേ ഉള്ളൂ? ഈ പാടുമ്പോഴുള്ള ആകാംക്ഷ കൊണ്ടുള്ള വിറയലാണ്.
സ്റ്റേജ് ഫ്രൈറ്റ്. ഓക്കെ, നോക്കട്ടെ. ഒരു ശ്രീകൃഷ്ണ ഗീതാണ്, ഭക്തിഗാനം, പഴയ പാട്ടാണ്. ഞാൻ 2 സ്റ്റാൻസേ പാടുന്നുള്ളൂ. അക്ഷരങ്ങൾ ഓർമ്മ വരുമോന്ന് അറിയില്ല, പണ്ടെന്നോ പാടിയതാണ്. ചാലേ ചാലിച്ച ചന്ദന ഗോപിയും നീലക്കാർ വർണ്ണവും നീൾമിഴിയും പീലിക്കിരീടവും പീതാംബരവും ചേർന്ന ബാലഗോപാല നിന്നെ കൈ തൊഴുന്നേ. ചാലേ ചാലിച്ച ചന്ദന ഗോപിയും നീലക്കാർ വർണ്ണവും നീൾമിഴിയും അമ്പലപ്പുഴയിലെ തമ്പുരാനുണ്ണിക്കണ്ണൻ അമ്പോടു ഹൃദയത്തിൽ വസിച്ചിടണം. അമ്പലപ്പുഴയിലെ തമ്പുരാനുണ്ണിക്കണ്ണൻ അമ്പോടു ഹൃദയത്തിൽ വസിച്ചിടണം. കണ്ണന്റെ കമനീയ ലീലാവിലാസമെന്റെ കൺകളിൽ പൊൻകണിയായി തെളിഞ്ഞിടണം. ചാലേ ചാലിച്ച ചന്ദന ഗോപിയും നീലക്കാർ വർണ്ണവും നീൾമിഴിയും പീലിക്കിരീടവും പീതാംബരവും ചേർന്ന ബാലഗോപാല നിന്നെ കൈ തൊഴുന്നേ. അടുത്ത സ്റ്റാൻസ് ഓർമ്മയില്ല. അടിപൊളി. ഇതിനാണ് എനിക്കിത് അറിയില്ല, എനിക്ക് മറന്നുപോയി. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എല്ലാം എടുത്തിട്ട് ആദ്യം കൊണ്ടുവച്ചു, എന്നിട്ടാണ് പാടിയത്. എന്താണ് ജേർണി ടു ഹാപ്പിനെസ് ഞാൻ പഠിപ്പിച്ചത്? വേറെ പോണില്ല സർ. എന്തിനാ ഓക്കെ സംഭവിച്ചു? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരോടും പറയാം, മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തു പറയുന്നുവോ അത് തന്നെ നമുക്ക് സംഭവിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ സംഭവിക്കുന്നിടത്ത് നിങ്ങൾക്ക് നിർത്തിയാൽ പോരെ. പിന്നെ എന്തിനാണ് ആദ്യം അത് പറയണേ? എനിക്ക് ഓർമ്മയില്ല, അവിടെ നിർത്തിയിട്ട് പറയാലോ. എനിക്ക് ബാക്കി ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, സന്തോഷം, താങ്ക് യു എന്ന് പറഞ്ഞാൽ പോരെ. മുമ്പ് എന്തിനാണ് ഇത് പറയണേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തിരുത്തേണ്ടത് ഇവിടെയൊക്കെയാണ്. എത്ര നല്ല പാട്ടായിരുന്നു, എത്ര മനോഹരമായ പാട്ടാണ്, എത്ര അത് ആ ശ്രുതിയുടെ താളങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങളും ഒക്കെ വരുന്ന രീതിയിൽ തന്നെ ആലപിച്ചിട്ടുള്ള പാട്ടിനെ ആദ്യം കൊണ്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത്രയും ഞാൻ നിങ്ങൾ പാടാൻ വരുമ്പോൾ എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ആയിരുന്നു, പക്ഷെ എക്സ്പെക്ടേഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ല, അത് പൂർണ്ണമായിട്ട് കിട്ടായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. പക്ഷെ ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റം ഇനി വേണ്ട കേട്ടോ, പാടിക്കോ, ധൈര്യപൂർവ്വം പാടിക്കോ. കൃഷ്ണൻ, കള്ളകൃഷ്ണൻ എപ്പോഴും കൈവിടില്ല, അവൻ കൂടെ ഉണ്ടാവും. അവനോട് ഏൽച്ച് കൂടെ നിർത്തിയാൽ മതി, കുറുമ്പ് കാണിക്കാതിരുന്നാ മതി അവനോട്. രഘുരുത്തപ്പൻ തൊട്ടടുത്തുണ്ട്, വീടിന്റെ തൊട്ടടുത്താണ് രഘുരമ്പലം. ഓക്കെ, ശരി, കുറെ അപ്ഡേറ്റ് ആവണം. താങ്ക് യു. പിന്നെ ഇന്ന് പിരിയാം, ഞാനൊന്ന് പുറത്തോട്ടെല്ലാം പോയി നടന്നിട്ട് വരട്ടെ. രേഷ്മ എന്തോ പറയാമെന്ന് പറഞ്ഞു. സാർ, അതെ, ഞാന് ഇപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മള് അതായത് ചക്ര മെഡിറ്റേഷൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒരു കാര്യം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിപ്പോ അത് വേണം ഇത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടല്ലോ. അപ്പൊ നമുക്കല്ല, എനിക്ക് അപ്പം അന്നേരം ഞാൻ ഗുരുവായൂർ പോയപ്പോ ഏകാദശി ഉണ്ടല്ലോ. അപ്പൊ ഗുരുവായൂർ പോയപ്പോഴത്തേനും ഇന്ന് ഞാൻ ആലോചിക്കുക, ബസ്സിൽ ഇരുന്നിട്ട് ആലോചിക്കുന്ന ആദ്യമേ വേണുഗോപാലിനാന്ന് ആലോചിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇന്നിപ്പോ വൈകുണ്ഠ ഏകാദശിയാണല്ലോ, അപ്പൊ വൈകുണ്ഠത്തില് കിടക്കണ വൈകുണ്ഠനാഥനായിട്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ ചെന്നപ്പോ കൃഷ്ണനാണ്. അപ്പൊ എന്റെ ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ നമ്മള് ആദ്യം ഒരു സ്റ്റാൻഡ് എടുക്കാന്നുള്ളൊരു ചിലപ്പോ അങ്ങനെ ആയിരിക്കും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. ഒന്ന് റിവേഴ്സ് അടിച്ച് ഒന്നുകൂടി സ്ലോലി പറഞ്ഞ. ഇത് പെട്ടെന്ന് പോയത് കൊണ്ട് കിട്ടിയില്ല, സ്റ്റേഷൻ കിട്ടിയില്ല. സാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളിപ്പം
കുറെ ഇങ്ങനെ അത് മാറ്റി മാറ്റി ഇപ്പം ആലോചിക്കുന്നത്, അത് വേണോ ഇത് വേണോ അങ്ങനെ ആ ഒരു ചിന്ത അതെനിക്കുണ്ട്. അപ്പം ഞാൻ ചക്രയിൽ ചേർന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇപ്പം ഗുരുവായൂർ പോയിട്ടുണ്ടായി, ഇതായിട്ട് നമ്മുടെ ഏകാദശിയായിട്ട് ഗുരുവായൂർ പോയി. അപ്പം ഞാൻ ബസ്സിൽ ഇരുന്നിട്ട് അങ്ങനെ ആലോചിച്ചു, ഗുരുവായൂർ ഇന്ന് കണ്ണന്റെ അലങ്കാരം കൃഷ്ണനായിട്ട് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാമത് വിചാരിക്കാണ് ഇന്ന് വൈകുണ്ഠ ഏകാദശി ആയതുകൊണ്ട് ആനന്ദശയനം ആയിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അത് കേട്ടുള്ളൂ ഞാൻ. എന്നിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ദർശനത്തിന് കയറി ദർശനം നോക്കിയപ്പോഴത്തേനും കൃഷ്ണനാണ്. അപ്പൊ എന്റെ അടുത്ത് ഭഗവാൻ പറയാണ്, നീ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതി എന്നുള്ളതായിരിക്കും അങ്ങനെ കാണിച്ചു തന്നായിരിക്കും എന്ന് ഞാനിപ്പോ അങ്ങനെ വിശ്വസിക്കുന്നു. ഇനി എന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എപ്പോഴും ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചു. പിന്നെ ഒരു തമാശ പറയാം, തമാശയാണെന്ന് അറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോ ചക്രയുടെ ഇന്നലെ സാറ് കാണിച്ച ബ്രേസ്ലെറ്റ് പോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു. എന്നിട്ട് ഞാനത് വീട്ടിൽ വന്നിട്ട് അത് ഒറിജിനൽ തന്നെ, അതിൽ സർട്ടിഫൈഡ് ഉണ്ട്. നമ്മുടെ നാരായണാലയത്തിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഇതിന്റെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചത്, സർട്ടിഫൈഡ് ആയിട്ടുള്ളത് ഇത്. അപ്പൊ ഞാന് ഇത് ഇസ്കോൺകാരുടെ തന്നെ ഒരു ഇത്. അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കയ്യിലിട്ടപ്പോ എനിക്ക് എന്തോ ഒരു വിറയ്ക്കണ പോലൊക്കെ തോന്നി. കയ്യിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഊരി മാറ്റി വെച്ചു. അല്ല, അതെന്താ, ഞാൻ ചക്രയിൽ ചേരുന്നോണ്ട് ഞാനത് വാങ്ങിയതാണ്. പണ്ടൊക്കെ ഇടയിൽ അത് വാങ്ങിക്കാൻ കണ്ടിട്ടൊന്നും എനിക്കത് വാങ്ങണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ചെന്നപ്പോഴത്തേനും എനിക്കെന്തോ അത് വാങ്ങണം എന്നെ ഇങ്ങനെ കണ്ണിലുടക്കി, അത് വാങ്ങണം, വേണം എന്നുള്ളത്. അത് ഞാൻ വാങ്ങിച്ചു. പൈസ ഇപ്പൊ എന്റെയൊക്കെയാണ് ഇപ്പൊ ഒരു മേഡം പറഞ്ഞല്ലോ പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാനും അതുപോലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വന്നതിന് ശേഷം പ്രാർത്ഥനയും കൂടെ കേട്ടോ, അപ്പൊ എനിക്ക് എന്നിലേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. രേഷ്മ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലായി? വളരെ വാല്യൂഡ് ആയ ഒരു പോയിന്റ് രേഷ്മ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. ഒരു കാര്യം ഒരു കാര്യം തന്നെ ഉറച്ചു നിൽക്കണം. ഒന്നുകൂടി. ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണമെന്ന് മനസ്സ്. അങ്ങനല്ല, അതല്ല ദേശം അതുപോലെ തന്നെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തെ ഒരു സംഭവമുണ്ട്. നമ്മുടെ മനസ്സ് വ്യതിചലിക്കരുത്, ആദ്യം മനസ്സിൽ ഒരു ഉറപ്പ് വേണം. മനസ്സ് വ്യതിചലിക്കുന്നത് ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം നമ്മൾ എന്ത് ചെയ്തതിന് മുന്നേ വേണം. അതുമല്ല, ഏകദേശം അത് തന്നെ. പക്ഷെ അതിന്റെയൊക്കെ അടിസ്ഥാനം വേറൊന്നാണ്, ബേസ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തോന്നുന്ന കാര്യം എന്താണ് അത് ചെയ്യും. യെസ് നിഖില, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡ്യൂഷൻ. അത് ആദ്യം വരുന്ന സാധനത്തിന്റെ പേരാണ് ഇൻഡ്യൂഷൻ എന്ന്. ഒറ്റ ഒരു കാര്യത്തെ അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ ആദ്യം അകത്ത് നിന്ന് കയറി വരുന്ന സാധനമുണ്ട്. അത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഈ പോയിന്റ് ഇത്ര ഈസി അല്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ, അതായത് നമ്മുടെ വയറ്റിന്റെ അടിവയറ്റിൽ നിന്നും ഒരു സാധനം കയറി വരും. അത്രയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടിവയറ്റിൽ നിന്ന് ഒരു സാധനം കയറി വരും. അതിന് പറയുന്ന പേരാണ് ഇൻഡ്യൂഷൻ. നമ്മുടെ അകത്തുനിന്ന് കയറി വരുന്ന സാധനം. അതെന്താണോ അതെന്താണോ അതിൽ വിശ്വസിക്കുക, അതാണ് യാഥാർത്ഥ്യം. അത് നല്ലതായാലും മോശമായാലും അതിൽ വിശ്വസിച്ചോ അത് മാത്രമേ അവസാനം സംഭവിക്കുകയുള്ളൂ. അതിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അത് നിങ്ങൾക്ക് കണക്ട് ആവില്ല, അവരവർക്ക് കണക്ട് ആവില്ല. ആ വരുന്ന സാധനത്തെ ശരിക്കും ശ്രദ്ധിക്കുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടതുണ്ടാവും. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ അതിന് തത്തുല്യമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വരില്ല. ഇൻഡ്യൂഷൻ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യാഥാർത്ഥ്യമായി മാറുക. ഈ പോയിന്റ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കണം.